വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എറണാകുളത്ത് ബസ് റൂട്ടിൽ നിന്ന് വെറും 450 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു മോഡേൺ ലുക്കിലുള്ള ഭംഗിയുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ സ്ഥിതി ചെയ്യുന്ന ഈ വീട് നല്ലൊരു പീസ്ഫുൾ ലൊക്കേഷനിൽ കൂടിയാണ് വരുന്നത്. 3.25 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ജാളി വർക്കും കൂടാതെ സ്ക്വയർ ട്യൂബ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും 2-വേ ലൈറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. റോഡിൻ്റെ വർക്കിനി കംപ്ലീറ്റ് ആവാനായിട്ട് ഉണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സ്ക്വയർ ട്യൂബ് ഡിസൈനും 2-വേ ലൈറ്റും കൂടാതെ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. 5 മീറ്ററോളം ഓപ്പണിംഗ് സ്പേസ് ആണ് ഇവിടെ ഗേറ്റിന് വരുന്നത്. 2 ഭാഗത്ത് സ്ലൈഡിങ്ങും മിഡിൽ പോർഷനിൽ ഫോൾഡിംഗ് ആയിട്ടുമാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് നമ്മുടെ ഗേറ്റും വരുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്കിംഗ് ടൈൽ വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് വലിയൊരു SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. 23 അടിയോളം നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നിന്ന് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഇരുവശത്തുമായി അത്യാവശ്യം പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്ന സ്പേസ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. സൗത്ത് സൈഡിലും ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇന്റർലോക്ക് കട്ടകളാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു ടാപ്പ് ഈ സൈഡിലും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി മാറ്റ് ഫിനിഷിലുള്ള ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 6.5 അടിയോളം നീളവും 5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഒരു കോർണർ സോഫ സെറ്റോ അല്ലെങ്കിൽ 3-4 ചെയറോ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ സിറ്റ് ഔട്ടിലായിട്ട് ലഭിക്കുന്നുണ്ട്. എലിവേഷന് ഭംഗി നൽകാനായി ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഫ്രണ്ടിലായിട്ട് ഗ്രില്ലും നൽകിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു വുഡൻ ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് റൂമിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലുപ്പമുള്ള ഒരു 8 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വലിപ്പമുള്ള ഒരു L ഷേപ്പ് കോർണർ സോഫ സെറ്റ് തന്നെ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഒരു കോഫി ടേബിളിനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സൗത്ത് വോളിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. വലുപ്പമുള്ള ഒരു TV യൂണിറ്റ് സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. ഒരു സൈഡിലായിട്ട് വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ അത്യാവശ്യം ഡക്ക സ്പേസും സ്റ്റോറേജും ഒക്കെ നൽകിയാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒരു വുഡൻ സെപ്പറേഷൻ ടൈലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട്. അതിൽ അത്യാവശ്യം പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നോർത്തിലായിട്ട് വലിയ ഒരു 2 ഡോറിൻ്റെ സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറി തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 15 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമുള്ള ഈ ഒരു ഡൈനിങ് സ്പേസിൽ 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൻ്റെ മുകളിലായിട്ട് ഈസ്റ്റിലേക്ക് ഒരു ചെറിയ വിൻഡോയും കൂടി നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും LED ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത്. പാരി വയറിൻ്റെ വലിപ്പമുള്ള ഒരു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ടൈലൊക്കെ ചെയ്ത് വലുപ്പമുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു LED ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ മുകൾ ഭാഗത്തും
അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും വീഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായി വരുന്ന ഈ ഒരു കിച്ചണിന് 10 അടി നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 2 ലെയറായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത് നാനോ വെയ്റ്റ് മെറ്റീരിയലാണ്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു സൈഡിലായിട്ട് മാറി 2 ഷെൽഫ് എക്സ്ട്രാ കൂടി നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ളൊരു ഫ്രിഡ്ജിനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. കൂടാതെ കിച്ചണിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടുള്ള വാൾ ലിൻഡൽ ഹൈറ്റ് വരെ ടൈലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടി നീളവും 10.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 4 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ബെഡിൻ്റെ ഹെഡ് പോർഷനിലായിട്ട് അത്യാവശ്യം വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് ഡെക്കർ സ്പേസും ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ലാപ്ടോപ്പ് ടേബിളും ഓപ്പൺ ബോക്സും സ്റ്റോറേജും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വാട്ടർ ക്ലോസറ്റ് പാരിഗറിൻ്റെ ആണ് വരുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന് നോർത്ത് സൈഡ് വോളിലായിട്ട് താഴെ മുകളിലുമായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. അതിന് പ്രൊട്ടക്ഷനായിട്ട് സ്ക്വയർ ടോപ്പ് ഡിസൈനും നൽകിയിട്ടുണ്ട്. സ്റ്റെയറിനോട് ചേർന്ന് ഈസ്റ്റ് സൈഡിലായിട്ടുള്ള വോളിൽ 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 10 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസിലെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സിലിണ്ടറിക്കൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് ലഭിക്കുന്നതിനായിട്ട് റൂഫിലായിട്ട് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്ലാസിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബ് വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും വരുന്നത്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് വന്നിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വെസ്റ്റ് സൈഡിലുള്ള വാൾ ഡിഫറെൻറ്റ് കളർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈസ്റ്റ് സൈഡിലായിട്ടുള്ള വാളിൽ 3 ഡോറിൻ്റെ ഒരു വാൾ റോബും വലുപ്പമുള്ളൊരു ലാപ്ടോപ്പ് ടേബിളും അത്യാവശ്യം ഷെൽഫും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിനും 12.5 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ചെറിയ 2 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഒരു ലാപ്ടോപ്പ് ടേബിളും വരുന്നുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സോസ്റ്റ് ഫാനുള്ള പോർഷൻ ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 12 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി ജാലി ഡിസൈൻസും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിൽ നിന്നാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 450 മീറ്റർ, ചാത്തനാട് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3.9 കിലോമീറ്റർ,
രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6.2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 13 കിലോമീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 15 കിലോമീറ്റർ, ആലുവയിലേക്ക് 11 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 3.25 സെന്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി ഈ വീടിന് ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.